നടിയെ ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. കേസിൽ സാക്ഷ്യ വിസ്താരമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിചാരണ പൂർത്തിയായെങ്കിലും അവസാനഘട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുക. കേസ് വിധി പറയുന്ന തീയതിയും ഇന്ന് അറിയാം. നടൻ ദിലീപ് അടക്കം ആകെ 9 പേരാണ് കേസിലെ പ്രതികൾ. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, ഗുഡ് മോർണിംഗ്. കേരളം കാത്തിരിക്കുകയാണ് ആ വിധി അത് എന്നുണ്ടാകും എന്നറിയുന്നത്. കാര്യം ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദത്തിലെ അന്തിമ പരിശോധന നടക്കുന്നു, അന്തിമഘട്ട പരിശോധന നടക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ കാര്യങ്ങൾ? കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ എന്നായിരിക്കും ഇതിന്റെ വിധി പറയുക എന്നതായിരിക്കും ജഡ്ജി ഇന്ന് പ്രധാനമായും പറയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത്. ഇതിൽ പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമാണ്. നമുക്കറിയാം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു. ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കി എന്നുള്ളത്. 2017 ഫെബ്രുവരി 17-നായിരുന്നു ഈ സംഭവം നടന്നത്. എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് വരുന്ന വഴിയായിരുന്നു ഈ 1-ാം പ്രതിയായ പൾസർ സുനിയും കൂട്ടാളികളും ചേർന്ന് നടിയെ ക്രൂരമായി ആക്രമിക്കുകയും പിന്നീട് ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തത്. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് നടൻ ദിലീപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടിക്കെതിരെ നടത്താനായി നിർദ്ദേശം നൽകിയത്. അങ്ങനെ ഇതൊരു കൊട്ടേഷന്റെ ഭാഗമായാണ് നടിക്ക് നേരെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പീഡനം ഉണ്ടായതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും. അതിനെ തുടർന്ന് നിരവധി സിനിമാ താരങ്ങളടക്കം ഇതിൽ മൊഴികൾ പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അതിൽ ചില താരങ്ങൾ മൊഴി മാറ്റിയതും ഏറെ നിർണായകമാകുകയും ചെയ്തിരുന്നു. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 1600 രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഇത് 2018 മാർച്ചിലാണ് ഈ കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. 7 വർഷത്തോളം വിചാരണ നീണ്ടു. ഇതിനിടയിൽ തന്നെ നടി വിചാരണ നീളുന്നതിനെതിരെ സുപ്രീം കോടതി അടക്കം സമീപിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എത്രയും വേഗം ഈ കേസ് വിധി പറയണമെന്നൊരു നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നവംബറിൽ തന്നെ ഇതിന്റെ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നെന്തായാലും കേസ് പരിഗണിക്കുമ്പോൾ എന്നായിരിക്കും വിധി ഉണ്ടാകുക എന്നതായിരിക്കും കോടതിയിൽ നിന്നും അറിയുന്നത്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.